ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ലുലു മാളിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ലുലു മാളിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ഞാൻ ഓടി വന്നു. ഞാൻ മാത്രമല്ല, ഞാനും അമ്മയും ശ്രേയയും കൂടി ചേർന്നാണ് ലുലു മാൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരുപാട് തവണ ലുലു മാളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് എന്താ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യം കാണില്ലേ? അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. രാവിലെ നേരത്തെ തന്നെ വന്നതുകൊണ്ട് ഇവിടെ തീരെ തിരക്കില്ലെന്ന് പറയാം. ഉച്ച ആ സമയത്താണ് ഇവിടെ ഒരു തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റാത്തത്ര തിരക്കും കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ രാവിലെ തീരെ തിരക്കില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് കാണുന്ന കടയിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചത്. ഫ്രൈക്കുട്ടിക്ക് മസാല ദോശയാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഇതുപോലത്തെ ഇഡ്ഡലി, പൂരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതുപോലെ അല്ലാതെയും കഴിക്കാം എങ്കിലും, പക്ഷേ രാവിലെ കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. രാവിലെ നേരത്തെ തന്നെ വന്നുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ശ്രേയക്കുട്ടിക്ക് ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. ആളതിൻ്റെ നീളവും വീതിയൊക്കെ നോക്കിയാണ് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചട്നി കൂട്ടി കഴിക്കുന്നത് ശ്രേയക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇനി നമുക്ക് താഴെ പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഈ കാണുന്നത് ഇവിടെ ക്രിസ്തുമസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രീ ആണ്. അതും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രീ. ഇത് വെച്ചിരിക്കുന്നത് എൻട്രൻസിലാണ്. അപ്പോൾ താഴെ നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം ആളില്ലെന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ആൾത്തിരക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശാലമായിട്ട് നിന്ന് കാണാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുക, അതുപോലെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ ഉള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ആ ഗോൾഡും യെല്ലോയും, അത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ്, അതുപോലെ തന്നെ റെഡ് എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ്. അതുപോലെ നല്ല ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാണ്ടൊരു ഐറ്റം നമുക്ക് പുറത്തുണ്ട്. അത് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അത് വന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. അങ്ങനത്തെ ഒരു ഐറ്റം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയാലോ. കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ലുലു മാളൊന്ന് മൊത്തത്തിൽ ചുറ്റി കാണാം. അതുപോലെ ഇവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തിനൊക്കെയാണ് ഓഫർ എന്നുള്ളതും കാണിച്ചു തരാം. ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, ദേണ്ട ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ. ഈ കാണുന്നതാണ്. അതിൻ്റെ വലിപ്പം കണ്ടോ, എൻ്റെ അമ്മോ, ലുലു മാളിനേക്കാൾ ഹൈറ്റിലാണ് കേട്ടോ ഇത് പണിതിരിക്കുന്നത്. നമുക്കിങ്ങനെ അകലെ നോക്കുമ്പോൾ അതിൽ ഡെക്കറേഷൻ വർക്കുകൾ കുറവുള്ളതുപോലെ തോന്നാം. പക്ഷെ ഞാൻ നിങ്ങളെ അടുത്ത് കൊണ്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് എത്രമാത്രം അലങ്കാരപ്പണികളാണ് അവർ നടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ കൊക്കോക്കോളയും കൂടി ചേർന്നാണ്, ലുലുവും കൊക്കോക്കോളയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ട്രീ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത് വന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും എൻ്റെ മോനെ, എൻ്റെ സമ്മതിക്കണം എന്തായാലും. അതിൻ്റെ തൊട്ടടുത്ത് കണ്ട ചെറിയ 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 മണികളും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അകലെ നോക്കുമ്പോഴേക്കും അത് മനസ്സിലാവില്ല കേട്ടോ. ഈ വരുന്ന കൊച്ചു വണ്ടി ഉണ്ടോ, ഈ വണ്ടിക്കകത്ത് അവർ നമ്മളെ ഇതിനകത്ത് കയറ്റി ചുറ്റി കറക്കി കൊണ്ടുവരും. കാണാൻ നല്ല രസമുണ്ടല്ലേ ഫ്രണ്ട്സ്. ദേണ്ട ഈ ലുലുവിൻ്റെ ഫ്രണ്ടിലായിട്ട് മണി എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ വിദേശത്തെ ക്യാഷ് കൊണ്ടുവന്ന് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല തിരക്കാണ് കേട്ടോ ഇന്ന്.
എങ്ങനെയുണ്ട് ശ്രായക്കുട്ടി? അപ്പോൾ സമാധാനമായോടാ? ഇവിടെ വേണ്ട എല്ലാം കൂടി മിക്സ് ചെയ്ത ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ട 474 രൂപ ഇട്ടിരിക്കുന്നു. പിന്നെ വേണ്ട പിന്നെ ഇത് ബിസ്ക്കറ്റിന് ഇതിലേക്ക് വരുമ്പോഴേക്കും ഇതിവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അലക്കാൻ വേണ്ട ഐറ്റംസിനൊക്കെ പൈസ കുറവുണ്ട്. സോപ്പ് പൊടി, അതുപോലെ സോപ്പ് ലിക്വിഡ്, അതുപോലെയുള്ള ഐറ്റംസിനൊക്കെ റേറ്റ് കുറവുണ്ട്. അതിനെല്ലാം തന്നെ ഓഫറുണ്ട്. അവളെ നോക്കിക്കോട്ടെ. ഫ്രൂട്ട്സ് വാങ്ങാൻ ഇതിലും നല്ലൊരു അവസരം ഇനി ഇല്ല. ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം ഫ്രൂട്ട്സുകൾക്കും നല്ലൊരു ഓഫറുണ്ട്. ജ്യൂസിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നല്ല തിരക്കാണ്. എല്ലാവരും ഇവിടെ വന്നിട്ട് ജ്യൂസസും അതുപോലെ കട്ട് ഫ്രൂട്ട്സ് അതൊക്കെ വാങ്ങാനായിട്ട് നല്ല തിരക്ക് കാണുന്നുണ്ട്. ആളുകളൊക്കെ വളരെയധികം ഹെൽത്ത് ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ജ്യൂസസും അതുപോലെ കട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ജ്യൂസസൊക്കെ വാങ്ങാൻ അടിപൊളിയാണ് ഇവിടെ. നമുക്ക് 100 രൂപയ്ക്ക് അതുപോലെ 100 രൂപ താഴെയുമൊക്കെ ജ്യൂസസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ കരിക്കിൻ്റെയൊക്കെ ഷെയ്ക്കുണ്ട്, അതുപോലെ കോൾഡ് കോഫി, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വാങ്ങാം. അതുപോലെ സാലഡുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ജ്യൂസസ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ വാങ്ങാം. അതായത് ABC ജ്യൂസ്, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാരറ്റ് മാത്രമാണെങ്കിൽ ക്യാരറ്റ്, അല്ലെങ്കിൽ പപ്പായ മാത്രമാണെങ്കിൽ പപ്പായ, അങ്ങനെ ഓരോന്നും തനിയെ ഉള്ളതും ഉണ്ട്. അതുപോലെ മിക്സ് ചെയ്ത ടൈപ്പ് ജ്യൂസസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ശ്രേയക്കുട്ടിയും അമ്മയും കൂടി ഇഷ്ടമുള്ള ജ്യൂസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുക്കുന്ന ജ്യൂസൊന്നും അവർക്ക് വേണ്ടെന്നാണ് പറയുന്നത്. ഈ ഷെയ്ക്കാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഇത് കരിക്കിൻ്റെ ഷെയ്ക്കാണ്, അപ്പോൾ അതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പച്ചക്കറി സെക്ഷനിലേക്കൊന്ന് പോകാം. അവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള പച്ചക്കറിയും പല ടൈപ്പിൽ പൊളിച്ചതും തൊലി പൊളിക്കാത്തതുമായിട്ടുള്ള പല വെറൈറ്റിയിലുള്ള പച്ചക്കറികളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഇലവർഗ്ഗങ്ങളല്ല അവർ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്നത്. ബ്രോക്കോളി സംഭവം കിടുക, കാണാൻ എന്ത് രസമല്ലേ. 329 രൂപയാണ്. ഇത് നോക്ക്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ക്യാബേജിൻ്റെ കുഞ്ഞ് ക്യാബേജ്. ഇത് ആദ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത്. ചുവന്ന കളർ ക്യാരറ്റ്, ലിറ്റിൽ, അതെന്താന്ന് എനിക്കറിയില്ല. ഇത് നോക്ക്, മുളക് വെറൈറ്റി കളറിലുള്ളത്. കുരുമുളക്, പച്ച കുരുമുളക്, ഗ്രീൻ പെപ്പർ കോൺ, അതുപോലെ തന്നെ മുളപ്പിച്ച പയറുകൾ, പലതരത്തിലുള്ള പയറുകൾ. ആണോ? മല്ലിയില, കറിവേപ്പില, അതുപോലെ തന്നെ ഇതിൻ്റെ മുളക്, ഇഞ്ചി. 70 രൂപ ഇഞ്ചിക്ക്. ചുമ്മാ എടുത്തങ്ങ് അരിഞ്ഞാൽ മാത്രം മതി. വെളുത്തുള്ളി ഇതേ തൊണ്ട് കളഞ്ഞത് 69 രൂപ. ഇത് വളരെ ചെറിയ ഉള്ളികളാണ്. അതുപോലെ വേണ്ട ഇവിടെ ചുമന്നുള്ളി ഉണ്ട്. ചുമന്നുള്ളിക്ക് 38 രൂപ, 32, വെയിറ്റ് അനുസരിച്ചാട്ടോ. അത് സാമ്പാർ കഷ്ണാട്ടോ. ഇത് കൊള്ളാല്ലേ. സാമ്പാറാണോ അവിയലാണോ? അവിയൽ കട്ടിങ് ആട്ടോ, സോറി. അവിയൽ കട്ടിങ് വെച്ച് നമുക്കാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാം. അവിയൽ, ഇത് തോരൻ ഉണ്ടാക്കാനുള്ള കട്ടിങ്. അതുപോലത്തെ വേറെ ഇതുണ്ട് കേട്ടോ. വേറെ ബ്രാൻഡുകൾ, പല ബ്രാൻഡുകളുള്ളത് ഇത് ചെയ്യുന്നുണ്ട്. ഇത് സാമ്പാർ കഷ്ണമാണ്, പക്ഷെ ഇത് നമ്മൾ ഒരുക്കി എടുക്കേണ്ടത്. ഇവിടെ കൂണുണ്ട്. കൂൺ കാണുന്നതാണ് കൂൺ. കൂണുകൾ തന്നെ പല അളവിലായതുകൊണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അതുപോലെ സ്വീറ്റ് കൂണുണ്ട്.
തെങ്ങ് മുളപ്പിച്ചേക്കണം. തെങ്ങും തൈ കേട്ടോ. എന്താന്ന് മനസ്സിലായോ? നമ്മുടെ തെങ്ങിൻ്റെ ഉള്ളിൽ മുള വന്നു കഴിയുമ്പോണ്ടാണ് പൊങ്ങുന്ന് നമ്മൾ പറയണത്. എല്ലാവരുടെ നാട്ടിൽ എന്താ പറയണതെന്നറിയില്ല. അത് എൻ്റെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പൊങ്ങ് കൊള്ളാം എന്തായാലും. കിവി ആദ്യം നമ്മൾ ലൂസായിട്ട് കണ്ടു. ഇവിടെ പാക്കറ്റിലും ഉണ്ട് കേട്ടോ. അതിനൊക്കെ റേറ്റിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രേയക്കുട്ടി അമ്മയും കൂടി ഓരോന്നായിട്ട് നോക്കി കണ്ടുകൊണ്ടേ ഇരിക്കുക. എന്താ ശ്രേയ കേക്ക് തെങ്ങാണോ നിനക്ക്? ഈ കാണുന്ന സെക്ഷനിൽ നമുക്ക് ഇതുപോലെ മുളപ്പിച്ച പയർ, അതുപോലെ സാലഡുകൾ, സോസസ്, ഇതുപോലെ ഗാർലിക് പേസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കിഷ്ടമുള്ളത് നോക്കിയെടുക്കാം. ഇവിടെ തൂക്കത്തിനനുസരിച്ചാണ് വില. അപ്പോൾ ചിലതിൽ തൂക്കം കൂടുതലായിരിക്കും, അപ്പോൾ റേറ്റ് കൂടുതലുണ്ടാവും. ചിലതിൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരിത്. സാലഡുകളൊക്കെ നോക്കുന്നവർക്ക് അടിപൊളി ഓപ്ഷനുകളാണ് കേട്ടോ. ഈ കാണുന്ന സെക്ഷനിൽ നമുക്ക് ചമ്മന്തിപ്പൊടികളുണ്ട്. പല പല റേറ്റാണ്. അപ്പോൾ ഓരോ ചമ്മന്തിപ്പൊടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചമ്മന്തിപ്പൊടിയൊക്കെ ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റും. ഈ ഭാഗത്ത് അതുപോലെ കേക്കുകളും കാര്യങ്ങളുണ്ട്. അതുപോലെ ഡോണറ്റുകളുണ്ട്, ചെറിയ സ്വീറ്റ്സ് ഉണ്ട്. ഈ കാണുന്ന ഭാഗത്ത് അറബിക് സ്വീറ്റ്സ് എന്ന് പറഞ്ഞ അറബികളുടെ സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അതുപോലെ ലുലുവിൽ വേറൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. ഫ്രഷ് കോക്കനട്ട് ഓയിൽ ഇവിടെ വിൽക്കുന്നുണ്ട്. ഫ്രഷ് ഒലീവ് ഓയിലും ഇവിടെ ലഭിക്കും കേട്ടോ. ഈ കാണുന്നതൊക്കെ അറബിക് സ്വീറ്റ്സ് ആണ്. അറബികൾ സ്പെഷ്യലായിട്ട് കഴിക്കുന്ന ടൈപ്പ് ഫുഡുകളും കാര്യങ്ങളും അവരുടെ ഒതൻറ്റിക് ടേസ്റ്റിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ കിലോയ്ക്ക് നല്ല റേറ്റാണ് കേട്ടോ. ഈ കാണുന്നത് കുനാഫയാണ്. കുനാഫ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്വീറ്റാണ്. ഇതിലിങ്ങനെ ആ ഒരു ഇതൊഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ഒരു ഇതാണ്. അപ്പോൾ കുനാഫ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഓരോ ഐറ്റവും അതിന് 250 ഗ്രാമിന് ഇത്ര രൂപ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല പല ബ്ലാക്ക് കളറിലൊക്കെ ഉള്ള ടൈപ്പ് സ്വീറ്റ്സൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അറബിക് സ്വീറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത പല ടൈപ്പിലുള്ള അറബിക് സ്വീറ്റ്സും ഇവിടെ നമ്മുടെ ലുലുവിൽ അവൈലബിൾ ആണ്. അപ്പോൾ വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആട്ടത്. ഇത് കേക്ക് നോക്ക്, കേക്ക്, വൈൻ, അതുപോലെ കുറേ പ്ലം കേക്കുകളൊക്കെ ഉണ്ട്. നല്ല ഡിസൈനിലൊക്കെ ആട്ടോ. കൊഞ്ച് ഫ്രൈ ചെയ്തേക്കുക. ഇത് ആദ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത്. സംഭവം കൊള്ളാം. 100 ഗ്രാമിന് 170 രൂപയാണ്. അതുപോലെ ഗ്രിൽഡ് ഫിഷ് ഉണ്ട്. ഫിഷിൽ തന്നെ വെറൈറ്റി കറികളും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിന് മുൻപ് ലുലുവിൽ വരുമ്പോൾ കാണാത്ത ടൈപ്പിലുള്ള ചില ഡിഷസ് ഞാനിവിടെ കണ്ടു. അതുപോലെ തന്നെ കപ്പയ്ക്കൊക്കെ 75 രൂപ കേട്ടോ കപ്പ ഉലത്തിന്. അതുപോലെ ഫിഷ് കറി, പിന്നെ ഫുഡ് ഐറ്റംസിലാണെങ്കിലും ഒരുപാട് ഓഫറും കാര്യം. ലുലുവിൽ കറക്കമെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേണ്ടി വന്നിരിക്കുന്നതാണ് മക്ഡൊണാൾഡ്സ്. ഇവിടെ കയറിയിട്ട് നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇവിടെയും ഒരുപാട് ഓഫറും കാര്യങ്ങളുണ്ട്. നമുക്ക് KFCയിലും ചിക്കിങ്ങിലും കിട്ടുന്നതിനേക്കാൾ അഫോർഡബിൾ ആയിട്ട് ഫ്രൈഡ് ചിക്കനും ബർഗറൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഇതൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയ ഐറ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതൊരു കോംബോ ആയിട്ടുള്ള ഓഫറായിരുന്നു.
അപ്പോൾ അതിനകത്ത് പെപ്സി, കൊക്കോള അതുപോലെ ഇത് എല്ലാം ഉൾപ്പെടെയായിരുന്നു. ബർഗറിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. മക്ഡൊണാൾഡ്സിൽ ബർഗറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല സോഫ്റ്റി ബൺ യൂസ് ചെയ്തിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ചീസി ഉള്ള ബർഗറാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് കാണാൻ തന്നെ നല്ല റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നതാണ്. അപ്പോൾ ഞാൻ കഴിച്ച് തീർത്തിട്ട് അടുത്ത് ഫ്രൈഡ് ചിക്കൻ, അതുപോലെ തന്നെ ഈ കാണുന്ന ഫ്രൈഡ് ചിക്കനും അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.